Hello guys, welcome back to the channel. It's me Homo Sapien. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു റൈഡിങ് ഗിയേഴ്സിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല, എന്നാലും എൻ്റെ കയ്യിൽ യൂസ് ചെയ്യുന്ന കുറച്ച് റൈഡിങ് ഗിയേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ വെറും സ്ക്രാപ്പായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് ഇടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ് ഹെൽമെറ്റ്. അപ്പോൾ ഹെൽമെറ്റ് ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് MDയുടെ ലിമിറ്റഡ് ഇവോ എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് മോഡൽ ഹെൽമെറ്റാണ്. അതിൻ്റെ ഒരു റീമേക്കൊക്കെയാണ് ഇപ്പോൾ ഒരു റിവഞ്ച് എന്നൊക്കെ പറയുന്നൊരു മോഡൽ ഇറങ്ങുന്നത്. അപ്പോൾ അതാണ് ഞാനൊരു 4 വർഷത്തോളം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അവസാനം പാഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നശിച്ച് പിന്നെ നമുക്കതിൽ സ്പെയർ സാധനങ്ങൾ വാങ്ങാനൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ഹെൽമെറ്റിലോട്ട് പോയത്. അപ്പം പഴയ ഹെൽമെറ്റിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മുന്നേ. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് AGV എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഒരു ബൈക്കറാണെങ്കിൽ എല്ലാവരുടെയും ഒരു ഡ്രീം ഹെൽമെറ്റ്, എല്ലാവരുടെയും എന്ന് പറയുന്നില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ഡ്രീം ഹെൽമെറ്റാണ് AGV. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മോട്ടോ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നല്ല രീതിയിലുള്ള വോയിസ് ക്യാൻസലേഷൻ വേണം. അപ്പോൾ വോയിസ് ക്യാൻസലേഷൻ വന്നിട്ട് AGVക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. നമുക്ക് അകത്ത് ഒരു രീതിയിലുള്ള വിൻഡ് നോയ്സോ ബാക്കി കാര്യങ്ങളോ ഒന്നും വരില്ല, പക്ക ക്ലിയർ വോയിസ് ആയിരിക്കും. പിന്നെ വലിയ രീതിയിലുള്ള വെയിറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരുടെയും ഒരു തെറ്റായ ചിന്താഗതിയാണ്. അതായത് എല്ലാ ഹെൽമെറ്റും അറൗണ്ട് ഒരു 1.5 kg ഒക്കെയാണ് വരുന്നത്. പക്ഷേ AGVയിൽ കറക്റ്റ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് ആ വെയിറ്റ് നമുക്കധികം ഫീൽ ചെയ്യില്ല. അപ്പം നമുക്ക് ഈ കഴുത്തിലെ പെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. മറ്റേ നമ്മൾ നോർമൽ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെൽമെറ്റ് ഊരാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി വരും. ഇത് നമ്മൾ വെച്ചിരുന്ന ഇടയ്ക്കിടയ്ക്ക് ഊരേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു പാഡിങ്ങും കൂടെ ആയതുകൊണ്ട് എപ്പോഴും ഊരാനതും എടുക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നമ്മളെ കഴുത്തിൻ്റെ ഒരു നെക്കിൻ്റെ ഭാഗത്ത് കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പാഡിങ്ങും കാര്യങ്ങളും വരുന്നത്. അപ്പം പിന്നെ നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 3 വെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ കൂടെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് ഗ്രാഫിക്സ് ആയിട്ടുള്ള ഹെൽമെറ്റും ജാക്കറ്റിനോടൊന്നും താല്പര്യമില്ല. വളരെ സിമ്പിളായിരിക്കണം. പിന്നെ ഞാനൊരു ബ്ലാക്ക് അഡിക്റ്റാണ്, അത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. എൻ്റെ വണ്ടി ആയാലും ഹെൽമെറ്റ് ആയാലും ജാക്കറ്റ് ബാഗ് എല്ലാം ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിമലായിരിക്കും, സ്റ്റിക്കർ വർക്കൊന്നും ചെയ്യാതെ ഒരു എനിക്കതാണ് ഒരു സ്റ്റാൻഡേർഡായിട്ട് തോന്നിക്കുന്നത്. ഇപ്പോൾ വണ്ടിയിലായാലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു സ്റ്റിക്കറൊന്നും ചെയ്യാത്തതെന്ന്. എനിക്കതിനോട് താല്പര്യമില്ല. ഫുള്ളൊരു ബ്ലാക്ക് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നല്ല കഴുകിയാൽ നല്ലൊരു ഫ്രഷ്നെസ് വണ്ടി കാണുമ്പോൾ കിട്ടും. അപ്പോൾ ഇതാണ് ഹെൽമെറ്റ്. അപ്പം AGVയെക്കുറിച്ച് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഈ ഹെൽമെറ്റിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ. അതായത് AGV ഹെൽമെറ്റ് കുറച്ച് എക്സ്പെൻസീവാണ് നമ്മളെപ്പോലുള്ളവരെ സംബന്ധിച്ച്. സ്റ്റാർട്ടിങ് തന്നെ 14K ഒക്കെയാണ്. അപ്പം അത്രയും രൂപ മുടക്കണതിന് മുമ്പ് നല്ലോണം നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ പൈസ ഇറക്കാവൂ. ഇത് മലയാളത്തിൽ അധികം വീഡിയോ കണ്ടില്ലേ, AGVയുടെ പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിലും കൊടുത്തിരിക്കാം. സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബാഗ് റൈഡിങ് ഗിയർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ റൈഡ് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൂടെ ഉണ്ടാകുന്ന സാധനമാണ് ബാഗ്. വലിയ ഞാൻ ക്യാരി ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ ചാർജർ കാര്യങ്ങൾ, ഹെഡ്സെറ്റ്, നമ്മുടെ ബാക്കി അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ക്യാമറയുടെ GOPROയുടെ തന്നെ 2-3 കേസുണ്ട്, അതിൻ്റെ അക്സസറീസ് കാര്യങ്ങൾ, അതൊക്കെയാണ് നോർമലി. പിന്നെ ചിലപ്പോൾ വാട്ടർ ബോട്ടിലും കാര്യങ്ങൾ കാണും, സ്പെക്സ് കാണും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് ബാഗിൻ്റെ ഉള്ളിൽ. നമുക്കിപ്പോൾ ഒരു 2 ഡേ ട്രിപ്പൊക്കെ പോയാൽ അത്യാവശ്യം തുണിയും കാര്യങ്ങളും ലാപ്ടോപ്പും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. ഇത് നമ്മുടെ MIയുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു മോഡൽ. ഇത് 2000 അങ്ങനെ എന്തോണ് റേഞ്ച്. അപ്പോൾ ഇതിൽ അറ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അറ വരുന്നുണ്ട്. ഞാനിവിടെ നോർമലി യൂസ് ചെയ്യുന്ന സ്പെക്കും കാര്യങ്ങളൊക്കെ വയ്ക്കാനാണ്. പിന്നെ ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിൽ വയ്ക്കാം, ഞാൻ അങ്ങനെ വെളിയിൽ വയ്ക്കാറില്ല. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു അറ തുറക്കുമ്പോൾ കാണാം ഇവിടെ നമുക്ക് ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ ഇടാൻ, ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പോക്കറ്റ് പോലെ ഇടാം. പിന്നെ ഒരു പെന്ന് വയ്ക്കാം, അങ്ങനെ ഒരു അറയാണ്. പിന്നെ അടുത്തൊരു അറ നോക്കുമ്പോൾ നമ്മളെ ലാപ്ടോപ്പ് ബാഗിന് തുല്യമായിട്ടുള്ള ലാപ്ടോപ്പ് വയ്ക്കാനുള്ളൊരു സെക്ഷൻ. പിന്നെ നമുക്ക് ഈ ചെറിയ വയറും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു സെക്ഷൻ.
പിന്നെ അതിനെ തന്നെ രണ്ടെണ്ണം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു അറ വരുന്നുണ്ട്. ഇത് ഭയങ്കര അധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു അറയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബാഗ് തൂക്കിയിരിക്കുമ്പോൾ നമുക്കിപ്പോൾ വണ്ടിയുടെ താക്കോലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോക്കറ്റ് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ കീ ചെയിനൊക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു അറ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ആ കീസൊക്കെ ഇടാനാണ്. നമുക്കിങ്ങനെ തൂക്കിയിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് താക്കോലോട് ഇട്ടാൽ വണ്ടിയൊക്കെ എടുക്കുന്ന നേരത്ത് ബാഗ് എടുക്കാണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് താക്കോലെടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ്. പിന്നെ നമുക്ക് ട്രോളിയിൽ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊരു ഇത് വരുന്നുണ്ട്. ഇപ്പം നൈസാണ്. പിന്നെ അത്യാവശ്യം വാട്ടർ പ്രൂഫുമാണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മളാ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ജാക്കറ്റ് വാങ്ങിയത്. കാരണം നമ്മൾ സാധാരണ ഒരു ബിഗിനറിന് ജാക്കറ്റിൻ്റെ ആവശ്യം ഇല്ലെന്ന് ഞാൻ പറയില്ല, എന്നാലും ഒറ്റയടിക്ക് വണ്ടിയും ഹെൽമെറ്റും ജാക്കറ്റും എല്ലാം കൂടെ അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ ജാക്കറ്റ് എടുത്താലും മതി. എന്നാലും ജാക്കറ്റ് മുഖ്യമാണ്, കാരണം നമ്മളെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. ഞാൻ 2019 വാങ്ങിച്ചതാണ്. എൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് വന്നിട്ട് റൈനോക്സിൻ്റെ ഒരു ജാക്കറ്റാണ്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് ലെവൽ ആണ്, പക്ഷേ ലെവൽ 2 പാഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതും ഞാൻ സെലക്ട് ചെയ്യാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ബ്ലാക്ക് കളറാണ്, ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ കണ്ട ഒരു ലുക്കുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ അന്ന് MRP വന്നിട്ട് 6,500 6 രൂപയായിരുന്നു MRP വന്നിട്ട്. ഞാൻ 5,500 ഇത് പർച്ചേസ് ചെയ്തത്. ഇതിവിടെ റൈനോക്സ് എന്ന് പറയുന്ന ഒരു റിഫ്ലക്ടറിൻ്റെ ഒരു ലേബല്, ബാക്കിൽ ഒരു റിഫ്ലക്ടറിൻ്റെ ഒരു ലേബല്, പിന്നെ 2 സൈഡിലൊരു കാണ്ടാമൃഗത്തിൻ്റെ ഒരു എംബ്ലം, ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് വൈൽഡ് ലൈൻസ്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ 2 പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കൈയുടെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 സ്ട്രാപ്പ് വെച്ചിട്ട് 2 എടുത്ത് വരുന്നുണ്ട്. പിന്നെ അകത്തൊരു സേഫ്റ്റി നമുക്ക് വേണമെങ്കിൽ പേഴ്സും കാര്യങ്ങളൊക്കെ അകത്ത് സേഫായിട്ട് ഇടാനും ഫോണൊക്കെ ഇടാനും വേണ്ടിയിട്ട് അകത്തൊരു അറ വരുന്നുണ്ട്. ഇതുവഴി നമുക്ക് വേണമെങ്കിൽ ഹെഡ്സെറ്റ് വയറൊക്കെ വെളിയിലോട്ട് എടുക്കാം. പിന്നെ വേറൊരു ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഞാൻ എടുത്ത സമയത്ത്, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ എടുത്ത സമയത്ത് ഏറ്റവും റേറ്റ് കുറഞ്ഞതിൽ തെർമൽ ലെയറും റെയിൻ ലെയറും വരുന്നൊരു ജാക്കറ്റ് ഇതായിരുന്നു. അതായത് നമുക്ക് 0 ഡിഗ്രിക്ക് താഴെ പോകുന്ന സ്ഥലത്ത് ഇടാൻ പറ്റിയ തെർമൽ ലെയറും വരുന്നുണ്ട്, റെയിൻ ലെയറും വരുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തെർമൽ ലെയർ. ഇങ്ങനെയാണ് വരുന്ന ഒരു കമ്പിളി പുതപ്പ് പോലത്തെ ഒരു സംഭവം. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു റെയിൻ ലെയർ. ഇത് ഫുള്ളി പ്ലാസ്റ്റിക്കാണ്, അകത്ത് വെള്ളമൊന്നും കിടക്കാത്ത രീതിയിലുള്ള. ഇപ്പോഴും അത് ഇട്ടുകൊണ്ട് കിടക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഇടുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും, പിന്നെ അധികം ചൂടെടുക്കും, വെന്റിലേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 സിബ് വരുന്നുണ്ട്. ഈ സിബ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇറങ്ങുമ്പോൾ മഴക്കോളൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകണമെങ്കിലും ബാഗിലിട്ടിരുന്നാലും മതി, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ജാക്കറ്റ്. പിന്നെ ഇതിൻ്റെ പാഡിങ് വന്നിട്ട് ലെവൽ 2 പാഡിങ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ പാഡിങ് വന്നിട്ട് ലെവൽ 2 പാഡിങ് ആണ്. ഇത് വന്നിട്ട് നമുക്ക് ഷോൾഡറിൽ 2 ഷോൾഡർ, 2 എൽബോ, പിന്നെ ബാക്കിലും വരുന്നുണ്ട് പാഡിങ്. അപ്പോൾ ഇത്രയാണ് ജാക്കറ്റ്. അത്യാവശ്യം ബിഗിനർ ലെവലിലൊക്കെ ഇത് ബെസ്റ്റാണ്. ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് നോർമൽ കേസിൽ. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഗ്ലൗസ്. ഞാൻ അധികം ഗ്ലൗസ് ഒന്നും ഇട്ട് വണ്ടി ഓട്ടിക്കാറില്ല, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ റെയർലി ഞാൻ ഗ്ലൗസ് ഇട്ട് ഓട്ടിക്കുള്ളൂ. ഗ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് പറയാൻ മാത്രമൊന്നുമില്ല. സാധാ ഗ്ലൗസ് നമ്മുടെ കുറഞ്ഞ ആമസോണിലൊക്കെ 300-500 രൂപയ്ക്ക് കിട്ടുന്ന KTMൻ്റെ ഒറിജിനൽ ആണെന്നൊന്നും പറഞ്ഞൂടെ, KTM എന്നൊക്കെ ലേബൽ ചെയ്തിട്ടുള്ളൊരു ഗ്ലൗസാണ്. ഇത് നല്ല പഴക്കമുണ്ട്. ഇത് ഞാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ കയ്യിലുള്ള ഗ്ലൗസാണ്. ഇത് കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് വെയിലടിക്കാതിരിക്കാനും ഇതിനൊക്കെ കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഇത്രയും നാളായിട്ടും ഇത്രയും വില കുറഞ്ഞതായിട്ടും കീറിയിട്ടൊന്നുമില്ല, ഒരിടവും കീറിയിട്ടില്ല. നല്ല പിന്നെ ഇവിടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഹാർഡ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗ്ലൗസ്. വേറെ വാങ്ങാൻ പ്ലാനുണ്ട്. അപ്പോൾ ഇനി വാങ്ങുമ്പോൾ കുറച്ചുകൂടി നല്ല ഗ്ലൗസ് നോക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് പോണിടം വരെ പോട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഗ്ലൗസ്. ഇത്രയാണ് എൻ്റെ ആക്ച്വൽ റൈഡിങ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ജീൻസ്, ബ്ലാക്ക് ജീൻസ്, നല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു ജീൻസ് പാൻറ്റും, പിന്നെ ഷൂസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. കാരണം ചെരുപ്പ് നമ്മൾ ഇടുന്നതിനേക്കാളും ഷൂസ് ഇടുന്നതാണ് സേഫ്റ്റി കൂടുതൽ.
അപ്പോൾ ഞാനൊരു ഷൂസ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ അതേപോലെ ജീൻസ്, നല്ലൊരു ജീൻസ് പാൻറ്റും, ഇത്രയൊക്കെയാണ് ഞാൻ റൈഡിങ് ഗിയർസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജാക്കറ്റ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, അകത്ത് ഷർട്ട് ഇടരുത്. അകത്ത് നമുക്ക് നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ജേഴ്സി ഇടുന്നതിന് മുന്നേ ഇടുന്നൊരു ടൈറ്റർ എന്നെന്തോ പറയുന്നൊരു സംഭവമുണ്ട്, നമ്മുടെ ബോഡിയിൽ ഫിറ്റായി കിടക്കുന്ന ഒരു ക്ലോത്താണ്. അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ജാക്കറ്റ് നമുക്ക് നല്ല കംഫർട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു ബ്ലാക്കിൻ്റെ തന്നെ ഒരു ടീഷർട്ടാണ്, നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, എൻ്റെ മിക്ക വീഡിയോസിൽ ആ ടീഷർട്ടാണ്. കാരണം ജാക്കറ്റ് ഇടുമ്പോഴൊക്കെ ഞാൻ ആ ടീഷർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ്. നമുക്ക് ഈ ലാസ്റ്റ് ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതിന് മുമ്പ് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ റെഡിയാക്കിയൊരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹെൽമെറ്റ് വയ്ക്കാം, പിന്നെ ഇവിടെ നമുക്ക് ജാക്കറ്റ്, ബാഗ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും തൂക്കിയിടാം. പിന്നെ ഈ സൈഡിലൊരു അറയുണ്ട്, സൈഡിൽ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഇത് ഗ്ലൗസ്, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ ബാഗൊക്കെ ടൈ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നൊരു മറ്റേ ഇലാസ്റ്റിക് റോപ്പാണ്. ഇത് വില എത്രയാണെന്ന് അറിഞ്ഞുകൂടാ, ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി സത്യം പറഞ്ഞാൽ ഈ ജാക്കറ്റ്, ബാക്ക് പാക്ക്, ഹെൽമെറ്റ് ഒന്നും വയ്ക്കാൻ ആരുടെ റൂമിലൊരു സ്ഥാനം ഉണ്ടാവില്ല കോമൺലി. എൻ്റെയിലും അങ്ങനെ ഇല്ല. അങ്ങനെ ഞാൻ നോക്കിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് ബൈ. ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ.